ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് പോർട്ട്സിഗർ അക്കാഡമിയിൽ ഒരു ലാബാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ലാബിന്റെ പേരാണ് റിഫ്ലക്റ്റഡ് എക്സസസ് ഇൻ ടു HTML കോണ്ടെക്സ്റ്റ് വിത്ത് നത്തിങ് എൻകോഡഡ്. അപ്പോൾ ഇത് ഒരു അപ്രന്റീസ് ലെവലിലുള്ള ഒരു ലാബാണ്. ദിസ് ലാബ് കണ്ടെയ്ൻസ് എ സിമ്പിൾ റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് വൾണറബിലിറ്റി ഇൻ ദ സെർച്ച് ഫംഗ്ഷനാലിറ്റി. സെർച്ചിലാണ് ഇതിലൊരു വൾണറബിലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ലാബ് സോൾവ് ചെയ്യാനായിട്ട് പെർഫോം എ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് ദാറ്റ് കോൾസ് അലേർട്ട് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ സൊല്യൂഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്രിപ്റ്റ് ടാഗ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരൊറ്റ സ്ക്രിപ്റ്റ് ടാഗ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താണെന്ന് കിട്ടും. അപ്പോൾ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, മലീഷ്യസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് വെബ്സൈറ്റിലേക്ക് ഇൻജെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ആണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. പല ടൈപ്പിലുള്ള ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്ക് ഉണ്ട്. റിഫ്ലക്റ്റഡ്, സ്റ്റോർഡ് ഉണ്ട്, ഡോം ബേസ്ഡ്, അങ്ങനെ കുറച്ച് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് വൺ ആണ് റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലാബ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ആക്സസ് ദ ലാബ് എന്ന് പറയുന്ന കീ പ്രസ് ചെയ്താൽ മതി. അതിനു മുമ്പ് ഇതില് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇതൊരു വെബ് വൾണറബിലിറ്റി ആണ്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ മലീഷ്യസ് ജാവാ സ്ക്രിപ്റ്റ് ഇൻജെക്ട് ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ ഇൻജെക്ട് ചെയ്ത് അത് റിഫ്ലക്ട് ചെയ്യും. ഇപ്പോൾ URL പാരാമീറ്ററിലാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ എറർ മെസ്സേജസ്, സെർച്ച് ബോക്സസിൽ കോണ്ടാക്ട് ഫോം, ലോഗിൻ ഫോം, അങ്ങനത്തെയൊക്കെ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. ബ്ലോഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം, പിന്നെ സെർച്ച് കൊടുക്കാം. അങ്ങനത്തെ ഇതിലെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു മലീഷ്യസ് ജാവാ സ്ക്രിപ്റ്റ് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്ത് കിട്ടും. അത് ഒരിക്കലും സെർവറിന്റെ അകത്ത് സ്റ്റോർ ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് സ്റ്റോർഡ് ഓൺ ദ സെർവർ ആൻഡ് ദാറ്റ് അറ്റാക്ക് ഓൺലി വർക്ക്സ് വെൻ വിക്ടിംസ് ക്ലിക്ക് എ സ്പെഷ്യലി ക്രാഫ്റ്റഡ് മലീഷ്യസ് ലിങ്ക്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു റിഫ്ലക്റ്റഡ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഇതെന്താന്ന് നമുക്ക് ഇതിൽ വെച്ച് നോക്കാം. അപ്പൊ ലാബ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഈ ലാബിൽ ഒരു ഹോം ടാബ് മാത്രമാണ് ഉള്ളത്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെർച്ചിലാണ് ഇതില് വൾണറബിലിറ്റി ഉള്ളതെന്നാണ്. അപ്പൊ ഈ ഇതിൽ കൊടുത്തിരിക്കുന്നത് സൊല്യൂഷനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് അലേർട്ട് 1. ഇത് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പൊ സ്ക്രിപ്റ്റ് ടാഗ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതില് എൻകോഡിങ്ങോ അല്ലെങ്കിൽ സാനിറ്റൈസേഷനോ ഒന്നും, ഇൻപുട്ട് സാനിറ്റൈസേഷനോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് റൺ ചെയ്ത് നമുക്കിത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, അലേർട്ടിന്റെ അകത്ത് 1 എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അത് തന്നെ എന്താണോ കൊടുത്തത് അത് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് വന്നു. ഇത്രയേ ഉള്ളൂ ഈ ലാബ്. കൺഗ്രാറ്റുലേഷൻസ്, യു സോൾവ് ദ ലാബ്. നമ്മൾ നേരത്തെ കാണിച്ച ഈ സ്ക്രിപ്റ്റ് അലേർട്ടിന് 1 പകരം വെറുതെ ഹാക്ക്ഡ് എന്താണ് കൊടുക്കുന്നത് അതെന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റിഫ്ലക്ട് ചെയ്ത് കിട്ടണം. അങ്ങനെയല്ല ഇതിന്റെ റിഫ്ലക്റ്റഡ് എക്സസസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടാതിരിക്കാനായിട്ട് കാരണം ഇതില് ഈ ഇങ്ങനത്തെ പാരാമീറ്റേഴ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കോഡ്സിൽ വേണം, സിംഗിൾ കോഡ്സിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഹാക്കർ എന്ന് പറയുന്നത് കാണിച്ചു. ഇതാണ് റിഫ്ലക്റ്റഡ് എക്സസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് റിഫ്ലക്റ്റഡ് എക്സസസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും സെർവറിന്റെ അകത്ത് സ്റ്റോർ ചെയ്യില്ല. ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത് സെർച്ച് ബോക്സസ്, കോണ്ടാക്ട് ഫോം, ലോഗിൻ ഫോംസിലൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതില് ലാബിൽ പറഞ്ഞ പോലെ എൻകോഡിംഗ് ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുന്നത്. അപ്പൊ എൻകോഡിംഗ് ചെയ്യാന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിൽ സ്ക്രിപ്റ്റ് ടാഗിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇങ്ങനെ എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പാരാമീറ്റർ, ഈ ക്യാരക്ടറിനെ ഇങ്ങനെയായിട്ട് എൻകോഡ് ചെയ്യുക. അതുപോലെ ഈ പാരാമീറ്ററിനെ ഇതുപോലെ എൻകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ ഇത് പ്രിവെന്റ് ചെയ്യും. അതുപോലെ സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാഗ്, സ്ക്രിപ്റ്റ് ടാഗ്, അതുപോലെ ഐഫ്രെയിം എന്നതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ എക്സസസ് അറ്റാക്ക് നടക്കില്ല. അപ്പോൾ സാനിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നുള്ളത് നമ്മൾ ഈ എക്സസസ് അറ്റാക്കിൽ കൊടുക്കുന്ന ഒരു മലീഷ്യസ് സ്ക്രിപ്റ്റ് ആണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ സാനിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ചേഞ്ച് ആവും. അപ്പോൾ ഒരിക്കലും ഇത് കംപ്ലീറ്റ്ലി റൺ ആവില്ല, ഇങ്ങനത്തെ ഒരു അറ്റാക്ക് നടക്കില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ശരിക്കും ഇതില് സ്ക്രിപ്റ്റിന്റെ കേസിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വെബ്സൈറ്റ് എന്താണ് കംപ്ലീറ്റ്ലി എക്സസസ് അറ്റാക്കിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എൻകോഡിങ്ങും സാനിറ്റൈസേഷനും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എക്സസസ് അറ്റാക്ക് നടക്കാതിരിക്കാനാണ് ചാൻസ് ഉണ്ടാവുക. അപ്പൊ ഈ റിഫ്ലക്റ്റഡ് എക്സസസ് അറ്റാക്ക് എന്താന്ന് ഈ ലാബ് എന്താണെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.